വടകര നഗരസഭ 2026-27 വർഷത്തെ ബജറ്റ് അവതരണം വടകര നഗരസഭ വൈസ് ചെയർമാൻ കെ.എം. ഷൈനി അവതരിപ്പിച്ചു. നഗരസഭ ചെയർമാൻ പി.കെ. ശശി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചർച്ചകളും നടന്നു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. 1956 രൂപ കൊണ്ട വടകര നഗരസഭ പിന്നിട്ട 69 സംവത്സരക്കാലം നഗരസഭാ പ്രദേശത്തിൽ അനുവദിക്കപ്പെട്ട ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഏറെക്കുറെ പരിഹരിക്കാൻ മുൻകാല ഭരണസമിതിക്ക് വേണ്ടിയിട്ടുണ്ട്. റോഡുകൾ, തെരുവുകൾ, കുടിവെള്ള വിതരണം എന്നിവയിൽ മാതൃകപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നഗരസമിതിക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ ഡോക്ടർ ബാലകൃഷ്ണൻ ചെയർമാൻ തുടങ്ങിവെച്ച വടകര നഗരസഭയുടെ വികസന പദ്ധതികൾ 2022-23 സാമ്പത്തിക വർഷം പിന്നിടുമ്പോൾ പുതുതായി ചുമതലയേറ്റ ഭരണസമിതി സംസ്ഥാന സർക്കാരിന്റെ നവകേരള പദ്ധതിയും അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ മറ്റ് മിഷനുകളുടെയും ഏകോപനത്തോടെ കഴിഞ്ഞ ഭരണസമിതി സംസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന ഒട്ടേറെ നൂതന പദ്ധതികൾ പൂർത്തീകരിച്ച് ജനസംശയം സമർപ്പിച്ചുകൊണ്ടാണ് കാലാവധി പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച ഒട്ടേറെ പദ്ധതികൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കഴിഞ്ഞ ഭരണസമിതി പൂർത്തീകരിച്ച പുതിയ ഓഫീസിന്റെ നിർമ്മാണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. 1962 മുതൽ ബഹുമാന്യനായ ഡോക്ടർ പി ബാലകൃഷ്ണൻ ചെയർമാൻ തുടങ്ങിവെച്ച കാലയളവ് മുതൽ 2025 മുതൽ ശ്രീമതി കെ.പി. ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലയളവ് വരെ ഒട്ടനവധി പദ്ധതികളിലൂടെ വടകര നഗരസഭയുടെ സർവതോമുഖമായ വികസനം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1998 തുടങ്ങിവെച്ച ലോകത്തിന് തന്നെ മാതൃകയായ അധികാര കേന്ദ്രത്തിന് മുഖ്യഭാവമായ ജനകീയ ആസൂത്രണ പ്രസ്ഥാന പദ്ധതി ആസൂത്രണത്തിൽ പൊതുജന പങ്കാളിത്തം വീഴ്ചേർന്ന ഒരു പുതിയ ആസൂത്രണ സംസ്കാരം തന്നെ രൂപപ്പെടുത്തുകയുണ്ടായി. അധികാരം ജനങ്ങളിലേക്ക് എന്ന ജനാധിപത്യ ആപ്തവാദത്തിന്റെ യഥാർത്ഥ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വികസന പദ്ധതികളാണ് നാടിന്റെ നാനാ വികസനത്തിന് അടിത്തറയായത്. നമ്മുടെ മുൻകാലം ആഗ്രഹിച്ച നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ ഭരണസമിതിക്കായി എന്നതിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതികൾ ആവിഷ്കരിച്ച് വടകര മാറുകയാണ്. കേരളത്തിലെ ആദ്യത്തെ നെറ്റ് സീറോ സ്ഥാപനമായി മാറാനുള്ള യത്നത്തിലാണ് നമ്മുടെ ആരോഗ്യകാശത്തിൽ. നഗരസഭയുടെ വിവിധ പദ്ധതികൾക്ക് വടകരയിലെ പൊതുസമൂഹവും നഗരസഭാ ജീവനക്കാരും സംസ്ഥാന സർക്കാരിന്റെ വിവിധ മിഷനുകളുടെ ഭാഗമായി വന്ന ഉദ്യോഗസ്ഥർ നൽകിയ നിരൂപമായ പിന്തുണയും സഹകരണമാണ് എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചത് എന്നതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. സർവതലസ്പർശിയായ വികസന മുന്നേറ്റമാണ് ഈ കാലയളവിൽ വടകരയിൽ ഉണ്ടായത്. അതിദാരിദ്ര്യമുക്തമായ വടകര മുതൽ പുതിയ മുനിസിപ്പൽ കെട്ടിടം വരെയുള്ള നേട്ടങ്ങൾ സമാനതകളില്ലാത്തവയായിരുന്നു. സംസ്ഥാനത്തിനാകമാനം മാതൃകയായ മാലിന്യ പരിപാലന രംഗത്തെ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേനയുടെ രൂപീകരണവും ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. സീറോ കാർബൺ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടാൻ നമ്മുടെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നടന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഭാവി പ്രവർത്തനങ്ങൾ പരിപിടിപ്പിക്കുന്നതിനുള്ള കൂട്ടായ ആലോചനകളിലേക്കും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊജക്ടുകളിലേക്കും നമുക്ക് കടക്കേണ്ടതുണ്ട്. പുതിയ കാലത്തിലെ നഗരാസൂത്രണ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ പരിഗണനയിൽ വരേണ്ട പ്രധാന വിഷയങ്ങൾ എന്തെല്ലാമാണ്? 2050 ലോക ജനസംഖ്യയുടെ 68% നഗര ജനസംഖ്യ എന്നാണ് കണക്കാക്കുന്നത്. ഏതാണ്ട് 50%-ലധികം ജനങ്ങൾ ഇന്ത്യയിൽ ഈ കാലയളവിൽ നഗരവാസികളായി മാറുമ്പോൾ കേരളത്തിലെ ആകെ ജനസംഖ്യ 80.7% 2050 നഗരത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ഇത് കേരളത്തിലെ നഗരവികസനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഘട്ടത്തെയാണ് കുറിക്കുന്നത്. കേരളം മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് നഗരവൽക്കരണത്തിന്റെ സാധ്യതകളെ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം നമുക്ക് വടകരയിലും രൂപപ്പെടുത്തേണ്ടതുണ്ട്. കേരളം ആവിഷ്കരിച്ച നഗരനയത്തിന്റെ അടിസ്ഥാനത്തിൽ വടകരയുടെ നഗരാസൂത്രണം എന്ന വലിയ വെല്ലുവിളികളെയാണ് നമുക്ക് പുതിയ ഭരണസമിതിയുടെ കാലയളവിൽ അഭിസംബോധന ചെയ്യാനുള്ളത്. സ്ഥലപരമായ ആസൂത്രണം എന്നത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വടകരയിലെ മാസ്റ്റർ പ്ലാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്ക് ഒട്ടേറെ പരിമിതികളുണ്ട്. ഈ മാസ്റ്റർ പ്ലാനിൽ വരുത്തേണ്ട കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താൻ കഴിയേണ്ടതുണ്ട്. കാലാവസ്ഥാ അതിജീവന ശേഷിയുള്ള നഗരവൽക്കരണം എന്ന ആശയത്തിൽ ഉറച്ചു നിന്നുള്ള പ്രവർത്തനങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ മികച്ച തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കാർബൺ ന്യൂട്രൽ വടകര എന്ന ലക്ഷ്യത്തിലേക്കുള്ള 50% പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണം. ആരോഗ്യവും ക്ഷേമവും നിലനിൽക്കുന്ന വടകര എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി
നഗരത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തുമെന്ന് ഉറപ്പുവരുത്തണം. ശുദ്ധജല വിതരണത്തിനിടയിൽ നഷ്ടമാകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനായി കാലപ്പഴക്കമുള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണം. വയോജനങ്ങളുടെ എണ്ണം പ്രതിവർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാപരമായ ഈ മാറ്റം, വർദ്ധിച്ചു വരുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ, ജലമലിനീകരണം, മാലിന്യ പരിപാലനം, വായു മലിനീകരണം തുടങ്ങിയ പാരിസ്ഥിതിക ആരോഗ്യ ആശങ്കകളെയും അഭിമുഖീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ നഗരഭരണത്തിൽ പങ്കാളിത്ത വേദികൾ കൂടുതൽ സൃഷ്ടിക്കുക എന്നത് മറ്റൊരു അടിയന്തര ലക്ഷ്യമായി ഏറ്റെടുക്കാൻ കഴിയണം. വാർഡ് സഭകൾ മുഴുവൻ പ്രവർത്തനങ്ങളാകണം. റെസിഡൻഷ്യൽ അസോസിയേഷനുകളെ വാർഡ് സഭകളുമായി ഔപചാരികമായി ബന്ധപ്പെടുത്താൻ കഴിയണം. ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ, കലാസമിതികൾ എന്നിവയെയും പങ്കാളിത്ത വേദികളാക്കി മാറ്റണം. വാർഡ് സഭകൾ ചേരുന്നതിന് മുമ്പ് അജണ്ട ഇത്തരം വേദികൾക്ക് വിതരണം ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ നിയോഗിക്കപ്പെടുന്ന അവരുടെ പ്രതിനിധികൾ വഴി വാർഡ് സഭയിൽ ഉന്നയിക്കുന്നതിന് അവസരമൊരുക്കണം. നമ്മുടെ നഗരത്തിന്റെ അഭിമാനമായി മാറിയ നഗരസഭാ ചത്തുരത്തെ പോലെ സർഗാത്മക സാംസ്കാരിക ഇടങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടണം. കഴിയാവുന്നത്ര പൊതു ഇടങ്ങൾ ഇതിനായി ഉപയോഗിക്കണം. സുരക്ഷിതമായ രാത്രികാല കൂടിച്ചേരലുകൾക്കുള്ള ഇടങ്ങൾ ഉണ്ടാവണം. തിരുവനന്തപുരത്തെ മാനവീയ വീതിയുടെ മാതൃകയിൽ സർഗാത്മക ആവിഷ്കാരങ്ങൾക്കുള്ള ഇടമൊരുക്കണം. വടകരയുടെ ചരിത്ര മ്യൂസിയം അടുത്ത 5 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കണം. നിലവിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയായ സ്പേസിന് അർത്ഥവത്തായ തുടർച്ചകൾ ഉണ്ടാവണം. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഫലപ്രദമായി തുടരാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യണം. നമ്മുടെ സമൂഹം നേരിടുന്ന രൂക്ഷമായ വികസന പ്രശ്നമാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന കാര്യം. വിജ്ഞാന കേരളം തൊഴിൽ നൈപുണ്യ പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ പ്രധാന അജണ്ടയാക്കി മാറ്റി അടുത്ത 5 വർഷത്തിനുള്ളിൽ ലക്ഷ്യത്തിന്റെ 50%-ലെത്താൻ സാധിക്കണം. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണിത്. ഈ ബജറ്റ് വർഷം തന്നെ അടുത്ത 5 വർഷത്തെ പദ്ധതികൾ ആവിഷ്കരിക്കണം. വരും വർഷങ്ങളിലെ ബജറ്റുകളിൽ അവ പ്രതിഫലിപ്പിക്കണം. വിഷൻ 2033 വടകര നമുക്ക് കൂട്ടായ ആലോചനകളിലൂടെ രൂപകൽപ്പന ചെയ്ത് പുതിയ കാലത്തെ വടകരയുടെ സൃഷ്ടിക്ക് വേണ്ടി നമുക്ക് കൂട്ടായി മുന്നേറാം. നഗരഭരണവും കാര്യക്ഷമമായ ജനസേവനവും കാലഘട്ടത്തിനനുസൃതമായി മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ കൗൺസിലിന്റെ അവസാന വർഷത്തിൽ പുതിയ നഗരസഭാ ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നഗരസഭാ ഓഫീസ് പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിഞ്ഞെങ്കിലും 2ാം നിലയുടെയും ഓഡിറ്റ് ഓഫീസിന്റെയും പ്രവൃത്തികൾ പൂർത്തിയാക്കി ആയത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കേണ്ടതുണ്ട്. ഇതിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനായി ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ നെറ്റ് സീറോ കാർബൺ കേരള ക്യാമ്പയിൻ പദ്ധതിയുടെ ഭാഗമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നഗരസഭ എന്ന നിലയിൽ നഗരസഭാ ഓഫീസിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും BLDC ഫാനുകളും സംവിധാനങ്ങളും ഒരുക്കൽ പ്രവൃത്തികളും അന്തിമഘട്ടത്തിലാണ്. ആയതിനാവശ്യമായ വിഹിതം CFC ഗ്രാന്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് നടപ്പാക്കുന്നതാണ്. കൂടാതെ നഗരസഭ സർവേ നടത്തി ID കാർഡുകൾ അനുവദിച്ച നഗരത്തിലെ തെരുവ് കച്ചവടക്കാരെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് വിന്യസിച്ചുകൊണ്ട് നിയമാനുസൃത മാർഗത്തിലൂടെ കച്ചവടം നടത്തിവരുന്ന കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനും നഗരത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ മുൻ കൗൺസിൽ കാലയളവിൽ തന്നെ ആരംഭം കുറിച്ചിട്ടുണ്ടെങ്കിലും ആയതിന് വേണ്ടത്ര വേഗതയും പൂർണ്ണതയും കൈവന്നിട്ടില്ല. ചെറുകിട സംരംഭകരെയും കർഷകരെയും അനുബന്ധ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സൺഡേ മാർക്കറ്റിന്റെയും കോട്ടപ്പറമ്പ് മാർക്കറ്റിന്റെയും പ്രവർത്തനം വിപുലീകരിക്കേണ്ടതുണ്ട്. ചെറുകിട വ്യവസായ മേഖലയുടെ സമഗ്ര വികസനത്തിന് ഈ ബജറ്റിൽ 99.6 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. തീരദേശ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും തീരദേശവാസികളുടെയും മത്സ്യബന്ധന ഉപജീവന മാർഗമാക്കിയ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിലെയും അനുബന്ധ തൊഴിൽ മേഖലകളെയും പരിപോഷിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് നഗരസഭാ കൗൺസിലുകൾ മുന്തിയ പരിഗണന നൽകി വരുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായി നഗരസഭയുടെ 6 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കടൽത്തീരം വിനോദസഞ്ചാര സൗഹൃദമാക്കുന്നതിനായി സൗന്ദര്യവൽക്കരണ പദ്ധതികൾക്ക് ഈ വർഷം നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിനു പുറമെ നമ്മുടെ മുൻ കൗൺസിലുകൾ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ തുടർന്നും ഈ മേഖലയിൽ നടപ്പാക്കുന്നതിനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ്, ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള പഠനോപകരണ വിതരണം, മത്സ്യത്തൊഴിലാളികളുടെ കേടായ വല മാറ്റി പുതിയവ നൽകൽ, മത്സ്യവിതരണത്തിനായി 2 ചക്ര വാഹനവും ബോക്സും നൽകൽ എന്നിവയ്ക്കായി ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മത്സ്യമേഖലയുടെ മൊത്തത്തിലുള്ള ഉന്നമനത്തിനായി നടപ്പു വർഷം 31.95 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രദേശത്തടിക്കുന്ന മാലിന്യങ്ങൾ ഇടവേളകളിൽ നീക്കം ചെയ്യുന്ന പരിപാടികളും നഗരസഭയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ നടന്നു വരുന്നുണ്ട്. നീർച്ചാലുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും
കയ്യേറ്റം തടയുന്നതിനുമുള്ള നടപടികളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. ഇതിനുള്ള ഒരു കർമ്മ പദ്ധതിക്ക് മുഴുവൻ കൗൺസിലർമാരുടെയും പിന്തുണയും സഹകരണവും നഗരസഭയ്ക്ക് ആവശ്യമാണ്. നഗരത്തിലെ അടുക്കുചാലുകളിലേക്ക് നിയമവിരുദ്ധമായി മാലിന്യം ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നടപടികൾ കർശനമായി തുടരേണ്ടതുണ്ട്. കരിമ്പനത്തോട്, ആവിക്കൽത്തോട്, അരയാക്കിത്തോട്, വെമ്മണിത്തോട് എന്നിവ മാലിന്യരഹിതമാക്കി സംരക്ഷിക്കാനുള്ള ഭാവി പരിപാടികളും സമഗ്ര അടുക്കുചാൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾക്കും ഈ കൗൺസിൽ കാലയളവിൽ ലക്ഷ്യപൂർത്തീകരണം സാധ്യമാക്കേണ്ടതുണ്ട്. ആയതിലേക്കായി നടപ്പ് വർഷത്തെ ബജറ്റിൽ 51.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർക്കാരിൽ നിന്നും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വിഹിതം ലഭ്യമാകുന്ന മുറയ്ക്ക് ആവശ്യമായ തുക വകയിരുത്തി പദ്ധതികൾ പരിഷ്കരിക്കുന്നതാണ്. ദാരിദ്ര്യ ലഘൂകരണ രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച വിശപ്പ് രഹിത കേരളം പദ്ധതി അതിദാരിദ്ര്യമുക്ത നഗരസഭ പ്രഖ്യാപനം നടത്തിയ നമ്മുടെ നഗരസഭ ഈ വിഭാഗത്തിൽപ്പെട്ട 202 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 9 DPRകളിലായി ലൈഫ് PMAY പദ്ധതി വഴി 779 വീടുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭാ പരിധിക്ക് പുറത്ത് ഭൂമിയുള്ള നഗരസഭാവാസികളായ 9 പേർക്ക് കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നൽകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലും തുടർ പ്രവർത്തനം എന്ന നിലയിൽ ഭവന നിർമ്മാണത്തിനും ഭവന പുനരുദ്ധാരണത്തിനും ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങി വീട് വെക്കുന്നതിനും ആശ്രയ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളായി 207 പേർക്ക് പ്രതിമാസ ഭക്ഷ്യക്കിറ്റുകൾ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയും ഭൂരഹിത ഭവനരഹിതരായ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 2 പേർക്ക് വാടകയ്ക്ക് താമസിക്കുന്നതിനുള്ള വാടക അനുവദിക്കുന്നതിനുള്ള പദ്ധതികൾക്കും ഈ വർഷത്തെ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിലെ പദ്ധതികൾക്കായി 1.86 കോടി രൂപ നടപ്പ് വർഷത്തിൽ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. PMAY ഗുണഭോക്താക്കൾക്ക് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക ആനുകൂല്യം നൽകി വരുന്നു. വിദ്യാഭ്യാസം, കല, കായിക മേഖലയിൽ അമൂല്യമായ നേട്ടം കൈവരിച്ച ഒരു നഗരസഭയാണ് നമ്മുടേത്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന നൂതന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ കൗൺസിൽ കാലയളവുകളിൽ നമുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. കോട്ടപ്പറമ്പ് വികസനത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ കാലോചിതമായ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ചില വിദഗ്ധ അഭിപ്രായങ്ങൾ വന്നതിനാൽ ആ പദ്ധതി ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന കോട്ടപ്പറമ്പ് പ്രദേശം വനിതാ സംരംഭം എന്ന നിലയിൽ വനിതാ ഭക്ഷണശാലയ്ക്ക് താൽക്കാലിക ലൈസൻസിംഗ് സംവിധാനത്തിൽ തുടക്കം കുറിക്കുകയാണ്. ഇത് പ്രകാരം 25-ൽ പരം വനിതകൾക്ക് തൊഴിൽ ലഭിക്കുന്നതോടൊപ്പം നഗരവാസികൾക്ക് പാരമ്പര്യ ഭക്ഷണം ലഭിക്കാനുള്ള ഒരിടം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിനായി ബജറ്റിൽ 30 ലക്ഷം രൂപ വകയിരുത്തി നാരി ഫുഡ് സ്ട്രീറ്റ് എന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗം എന്നിവരുടെ ക്ഷേമ പ്രവർത്തനത്തിനും അംഗനവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പോഷകാഹാര വിതരണത്തിനും 1.5 കോടി രൂപ ഈ ബജറ്റിലും വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണത്തിനും മാനസിക ഉല്ലാസത്തിനുമായി റീഹാബിലേഷൻ സെന്റർ സ്ഥാപിക്കാൻ ഭരണസമിതി തീരുമാനിക്കുന്നു. നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നികുതി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 25/2/2026 തീയതിയിലെ യോഗം അംഗീകരിച്ച പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 119,59,38,408 രൂപ വരവും 105,49,88,396 രൂപ ചെലവും 11,09,50,50,12 രൂപ മിച്ചവുമുള്ള 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റും 126,41,27,622 രൂപ വരവും 116,19,91,934 രൂപ ചെലവും 10,21,35,688 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തെ മതിപ്പും ബജറ്റ് കൗൺസിലിന്റെ വിശദമായ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിച്ചുകൊള്ളുന്നു. അപ്പം മാലപ്പടക്കപ്പെട്ട് ശബ്ദമില്ല. പക്ഷേ ഇത് അപ്പോൾ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നനഞ്ഞ പടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഞങ്ങൾക്കെല്ലാം അപ്പുറമുള്ള കൃത്യത ഏറ്റവും കൂടുതൽ അവരുടെ സഹവാസം ഗീതാവസ്ഥ നമുക്ക് മനസ്സിലാവും. സാർ ഞാനിവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പ്രശ്നമാണ് സാർ. ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞത് ഇവിടെ എത്രയോ കാലങ്ങളായി കുടിവെള്ളത്തിന് ഇവിടെ നട്ടോടുകയാണ്. കാരണം മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ തുടങ്ങിയ ഈ ഉപ്പുവെള്ളം നമ്മൾ അവരുടെ പദ്ധതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും
കുടിക്കുന്ന വെള്ളം ഉപ്പുണ്ടാക്കി വർഷങ്ങൾ എപ്പോഴും നല്ല സാറിന് മുമ്പിൽ നമ്മൾ ഏതൊക്കെ 2005 തുടങ്ങിയാണ്. അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മെച്ചുവ ടി പി ചന്ദ്രന്റെ നേതൃത്വത്തിൽ അന്നത്തെ കൗൺസിലർമാർ ഭരണപക്ഷ പ്രതിപക്ഷമില്ല ഒറ്റക്കെട്ടായതുകൊണ്ട് തിരുവനന്തപുരം പോയി അന്നത്തെ ജലവിഭവ മന്ത്രി റേവണ്ണ സാറിനെ കാണുകയും അതോടൊപ്പം അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി സാറിന് കൂടി ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയും അന്ന് തന്നതായിരുന്നു കുടിക്കപ്പുഴയുടെ ഈ ഒരു ഉപേക്ഷ പദ്ധതി. എത്രയോ കാലങ്ങൾ എന്നത്തെ 2005 തൊട്ട് 21 വർഷമായി സാർ ഈ ഒരു പദ്ധതി തന്നിട്ട് നമ്മുടെ കുടിക്കപ്പുഴയിലും അവിടെയും ചെയ്യാൻ പറ്റുന്ന പദ്ധതി ടൂറിസ്റ്റ് നേതൃത്വത്തിൽ അന്നത്തെ ഭരണപക്ഷ പോയി ജലവിഭവ രേണുക സാർ കാണുകയും പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി സാറിന് കൂടി കാണുകയും ചെയ്ത കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യും. അന്ന് അനുവദിച്ച കുടികപ്പുഴയും കോമ്പിനേഷൻ പദ്ധതിയും യൂണിവേഴ്സിറ്റിയിലേക്ക് 21 വർഷം കഴിഞ്ഞിട്ടും ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പോഴത്തെ നമുക്കറിയാം കുടിവെള്ളം ഏറ്റവും പ്രശ്നമാണ് എല്ലാ സ്ഥലത്തും കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം മാറ്റാൻ പറ്റാത്ത ഈ കഴിഞ്ഞുപോയ കൗൺസിലിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ എന്താ സ്ഥലം നടക്കുക? അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അതുകൂടി നമുക്ക് 21 വർഷമായിട്ട് ഉണ്ടാകുന്നില്ല, മാറ്റാൻ പറ്റിയില്ല. സാർ ഞാൻ സാറിന് പറഞ്ഞു നമുക്ക് മാറ്റം വേണം. സാർ വന്നിട്ട് ഭരണപക്ഷമില്ലാതെ വന്നൊരു കൗൺസിലർ വന്നിട്ട് കൊണ്ടുപോകണം. അപ്പൊ സാർ എന്ത് ചെയ്യണം? തുടക്കം നമുക്ക് കൊടുക്കട്ടെ. ഇത്രയും കാശുകൾ നമ്മൾ ഉണ്ടേറ്റും നമുക്ക് എന്ത് ചെയ്യാറില്ല, കാര്യങ്ങൾ ചെയ്യാറില്ല. ഈ പൊതുമരാമത്തിൽ നമ്മൾ എന്റെ സാർ ഗീത സാർ പറഞ്ഞു ഗീതയെടുത്ത് പറഞ്ഞിട്ട് റോഡുകൾ വെച്ച് അന്നൊന്നും പോണ്ട. ഇവിടെ തന്നെ ഭാഗങ്ങളുടെ റോഡ് ഇപ്പോൾ എന്തായിരിക്കാണ് ഉണ്ടി കൂഴായിട്ട് അവിടെ കച്ചവടത്തിരിക്കുകയാണ്. ദൂരം പോകേണ്ട ആവശ്യമില്ല. ഈരാഴ്ച നമുക്ക് ദൂരം മറുപടി നോക്കിയാൽ മതി. അതുകൊണ്ട് നമ്മൾ ആദ്യം കാലഘട്ടത്തിൽ സംസാരിക്കാതെ കാര്യങ്ങൾ കളിക്കുകയാണ്. ഇവിടുത്തെ പല പ്രശ്നങ്ങളും സാർ പരിഹരിക്കാൻ പറ്റാത്തത്. ആ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ 5 വർഷം ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പഠിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പഴയ പിന്നെ പുതിയ ബുക്കിലാക്കി വന്നിട്ടുണ്ടാവും. ഇതിനൊരു കാര്യമില്ല. ഇതിനെപ്പറ്റി നമുക്ക് പഠിച്ചിട്ട് വട്ടപൂജ ദൂരമാണ്. ഞാൻ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞത് ഈ ബഡ്ജറ്റ് സാറിന് മുഖത്തിന് പറഞ്ഞതാണ് ഇതിൽ പോരായ്മകളുണ്ടോ കൂടിച്ചേർക്കലുണ്ടോ? ശരിയാണ്, ഉണ്ട്. അതിന്റെ അവിടെ വേറൊന്നില്ല. അതുകൊണ്ട് ആ ബഡ്ജറ്റ് ചേർക്കലും നമുക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് കൂടിച്ചേർത്തുകൊണ്ട് പുതിയൊരു ബഡ്ജറ്റിനാ നമ്മൾ എന്ത് ചെയ്യണം, അവതരിപ്പിക്കണം. സാർ അതുപോലെ തന്നെ 7 ലക്ഷം രൂപ സാർ എന്താ 30 ലക്ഷം രൂപ സാർ അടുത്ത എത്രയോ ജനങ്ങൾ താമസിക്കുന്നു വികദേശത്ത്. മൊത്തം 30 ലക്ഷം പോലെ വെച്ചിട്ടുണ്ട്. സാർ ആ പ്രദേശത്ത് എവിടെ പോയി കിടക്കുന്ന വെച്ചിട്ടുണ്ട്? കുരിയാടി മുതൽ കോട്ടക്കാട് വരെ സാധനം വികസിപ്പെട്ട വെറും നമ്മൾ 4 പാടുന്നല്ല. അവിടെ തുച്ഛമായ സംഖ്യ വെച്ച് സാറെ എന്താ ചെയ്യുക? അതുകൊണ്ട് ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾ അവതരിപ്പിച്ച് ബഡ്ജറ്റ് ഇതും പോരായ്മ ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റ് നമുക്ക് താഴെ പറഞ്ഞുകൊണ്ട് എല്ലാ പോരായ്മകളും പാഠങ്ങളും ഇതിക്കൊണ്ട് പുതിയൊരു ബഡ്ജറ്റ് കൊണ്ട് ഞാൻ അവസാനിക്കും. ഇന്നും പല വീടുകളിൽ നിന്നും റിംഗ് കമ്പോഷനായാലും ബയോ കമ്പോഷനായാലും ഒരുപാട് അപേക്ഷകൾ വന്നിട്ടും അത് മുഴുവൻ വിതരണം ചെയ്യാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉറവിടങ്ങളിൽ മാലിന്യ സംസ്കരണം പരാജയപ്പെടുന്നത് തന്നെ മാലിന്യ സംസ്കരണത്തിൽ വേണ്ടത്ര വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് റോഡരിയിലൊക്കെ ഇപ്പോൾ മാലിന്യങ്ങൾ ആളുകൾ വലിച്ചെറിയുക. പലപ്പോഴും നഗരത്തിന്റെ പല ഭാഗങ്ങളും മൂക്കുപൊത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നമ്മെ കണ്ടുപിടിച്ച് പോയ മുനിസിപ്പാലിറ്റികളൊക്കെ തന്നെ ഇന്ന് നമ്മളെക്കാളും മുമ്പിൽ നിൽക്കുകയാണ്. 1-2 സ്ഥാനങ്ങളിലേക്ക് അവരെത്തുകയാണ്. അതുപോലെ തന്നെ വളരെ മത്സ്യമാർക്കറ്റിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ ബജറ്റിൽ 16 കോടിയാണ് നീക്കിവെച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ 16 രൂപ പോലും ആ മത്സ്യമാർക്കറ്റ് നവീകരണത്തിന് വേണ്ടി വെച്ചിട്ടില്ല. ആ മത്സ്യമാർക്കറ്റും പരിസരവും വളരെയധികം വൃത്തിഹീനമായി കിടക്കുകയാണ്. ആ മത്സ്യമാർക്കറ്റും പരിസരവും വൃത്തിയാക്കുന്ന പദ്ധതികൾ ഈ വർഷത്തെ ബജറ്റിൽ കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ തോടുകൾ കരിമണത്തോടായാലും ശരി, ആവിട്ടത്തോടായാലും ശരി, വെമ്മിനത്തോടായാലും ശരി, അരയാട്ടത്തോടായാലും ശരി, ഈ തോടുകളൊക്കെ തന്നെ ഇന്ന് മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം കരിമണപ്പാൽ തോട് നാം വളരെ കൊട്ടുഘോഷിച്ച് നടത്തിയൊരു ഉദ്ഘാടനം ഒരു തോണിയിറക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ തോണി എവിടെയാണെന്ന് നമുക്കറിയില്ല. ആ തോണിയിലൂടെ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് പിന്നീട് സംസ്കാരം നടത്തുമെന്നാണ് പറഞ്ഞതെങ്കിലും യാതൊരു പദ്ധതിയും അതുമായി മുന്നോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഓർഡറില്ലാതെ തന്നെ പ്ലാസ്റ്റിക് നിറഞ്ഞ കാരണം മഴക്കാലത്ത് വെള്ളത്തിന്റെ സുഖമായ ഒഴുക്കിന് തടസ്സമായിരുന്നു. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരമായാലും അതുപോലെ തന്നെ അവിടുത്തെ വീടുകളായാലും കച്ചവട സ്ഥാപനങ്ങളായാലും വെള്ളപ്പൊക്ക ഭീഷണിയാണുള്ളത്. അതുകൊണ്ട് ഓർഡറുകൾ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഓർഡറുകളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള അടിയന്തര നടപടികളൊന്നും തന്നെ ഇവിടെ കാണുന്നതായില്ല. അതുപോലെ തന്നെ നഗരസഭയുടെ ഗ്രീൻ അംബാസഡർ ആണെന്ന ചോദ്യം കഴിഞ്ഞ കോഴിക്കോട് വെച്ച് നടന്ന സ്വച്ഛ്
സർവസ്വം പരിപാടിയുടെ ഭാഗമായ ക്ലാസ് ഞങ്ങളോട് ചോദിച്ചപ്പോൾ കൗൺസിലർമാരായ ഞങ്ങളൊക്കെ വിളിച്ചു ആരാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ചിലർക്ക് നമ്മളെ മീനാക്ഷി അമ്മയുടെ പേര് പറഞ്ഞു. സത്യത്തിൽ കൗൺസിലർമാരായ ഞങ്ങൾക്ക് പോലും ഇവിടുത്തെ ഗ്രീൻ അംബാസഡർ ആരാണെന്ന് അറിയാത്തതാണ്. അതുപോലെ തന്നെ തെരുവുനായ ശല്യം ഇന്ന് വളരെയേറെ രൂക്ഷമായിരിക്കുകയാണ്. വടകര പട്ടണവും പരിസരവും തെരുവുനായ്ക്കളുടെ കൈകളിലാണ്. രാത്രിയായാൽ വടകര പട്ടണം ഇരുട്ടിലാവും. നായ്ക്കളും സാമൂഹ്യ വിരുദ്ധരും പട്ടണം കൈയിലെത്തുന്ന അവസ്ഥയാണ്. നമുക്കൊരു കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത് നമ്മുടെ വെറ്ററിനറി ഹോസ്പിറ്റലിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ABC സെന്റർ തുടങ്ങുന്നതാണ്. ഈ ബജറ്റിലും അതിൻ്റെ ഒരു ആവർത്തനം കാണുന്നുണ്ട്. യാതൊന്നും തന്നെ നടപ്പിലാക്കിയതായി കാണുന്നില്ല. പിഞ്ചു കുട്ടികളെയായാലും ശരി, വൃദ്ധന്മാരായാലും ശരി, തെരുവ് നായ്ക്കൾ ദൈനംദിനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോരമ പത്രവും മാതൃഭൂമി പത്രവും ഇത് സംബന്ധിച്ച് പരമ്പരകൾ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള യാതൊരു പദ്ധതികളും നമ്മുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച് ധാരാളം ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവുകൾ ഒന്നുപോലും വടകര നഗരസഭയിൽ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. ബഡ്ജറ്റ് വളരുന്ന വടകരയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഒരു മാതൃകാപരമായ ബഡ്ജറ്റ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരിക്കുന്ന വടകര നഗരസഭ കൗൺസിൽ ഹാൾ കേരളത്തിലെ മാതൃകയായ ഒരു കൗൺസിൽ ഹാളാണ്. അതേപോലെ തന്നെ ഈ നഗരസഭയുടെ കെട്ടിടം എന്ന് പറയുന്നത് കേരളത്തിന് മാതൃകയാണ്. വടകരയിലുള്ള 75,000-ത്തിലും അധികം ജനതയ്ക്ക് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ തങ്ങളുടെ തദ്ദേശ സ്വയംഭരണ ഓഫീസുകളിൽ വന്ന് പരിഹരിക്കുവാൻ വേണ്ട ഒരു നല്ല സംവിധാനം ഇവിടെ നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായ അത് പൂർത്തീകരിക്കാനും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം കിട്ടുവാനുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തിയതിൽ ഏറെ സന്തോഷം നൽകുന്നു. അതുപോലെ തന്നെ വടകരയെ സംബന്ധിച്ചിടത്തോളം കാലാകാലമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് തരിശ് ഭൂമി കൃഷിക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് വടകര തരിശ് ഭൂമിയായി ഒഴിച്ചിട്ട സ്ഥലം നാളവും പരിസരവും അത് കൃഷിക്കും മാത്രമല്ല അനുബന്ധ പ്രവർത്തനങ്ങൾക്കും പലതരത്തിലുള്ള വലിയൊരു ഫാം ടൂറിസം എന്നുള്ള ഈ ഒരു പദം തന്നെ ഈ നഗരസഭയ്ക്ക് അഭിമാനകരമായ മറ്റു പല സ്ഥലങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലും ഇതുപോലുള്ള ഫാം ടൂറിസം നടത്തിയ വലിയ വരുമാനം അവർക്ക് ലഭിച്ചുകൊണ്ട് നഗരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാഴ്ചപ്പാട് തീർച്ചയായും പ്രത്യേകമായി അഭിനന്ദിക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ കൗൺസിലർമാർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ഇടപെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട കടൽത്തീരത്തിന്റെ സൂചന ഇതിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. വടകര ഒരു കടൽത്തീരത്തുള്ള പട്ടണമാണ്. 6 കിലോമീറ്ററോളം വരുന്ന ഈ കടൽത്തീരം ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാനം നഗരസഭ ഉണ്ടാക്കാനും അതുവഴി ജനക്ഷേമ ഒരു പരിപാടി നടപ്പിലാക്കാനും നമുക്ക് കഴിയും ഈ ബഡ്ജറ്റിലൂടെ എന്ന് സൂചിപ്പിക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനമായി കണ്ടത് വടകര ശ്മശാനത്തിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ശ്മശാനം നേരത്തെ അഡ്വക്കേറ്റ് കെ വാസുദേവൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് എങ്കിലും നമ്മുടെ ജനതയുടെ ബോധമില്ലായ്മ കൊണ്ടാണ് അതെന്ന് ആ രീതിയിൽ അവിടെ അടഞ്ഞു കൊണ്ടുപോയത്. ഇവിടെ ഈ പ്രത്യേകം ഞാൻ കാണുന്നത് ഇവിടെ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഫർണസ് ശ്മശാനത്തിന്റെ ഫർണസ് ഒരുക്കുകയും അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് ശ്മശാനത്തിൽ തന്നെ നടത്താൻ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള ഈ ബഡ്ജറ്റിൽ വളരെ പ്രാധാന്യത്തോടെ ഞാൻ കാണുകയാണ്. ഈ 5 വർഷം കൊണ്ട് നമുക്ക് എന്തായാലും അത് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് നടത്തുന്ന വടകര നഗരസഭയിലുള്ള 5 ആരോഗ്യ കേന്ദ്രങ്ങളും ഒരു 5 ആശുപത്രിയായി വളർന്നു എന്നുള്ളത് അതിനുവേണ്ടി അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആരോഗ്യ രംഗത്തേക്ക് പ്രത്യേക ഫണ്ടും നഗരസഭ ഉൾപ്പെടുത്തിയതിൽ ഏറെ സന്തോഷിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബഡ്ജറ്റ് 100% ഈ വരുന്ന വടകരയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടി തീർച്ചയായും സഹകരിക്കും. ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായും ഞാൻ പിന്താങ്ങുകയാണ്. ഏതാണ്ട് 100 കണക്കിന് ആളുകൾ ദിനേന കച്ചവട ആവശ്യങ്ങൾക്കും മറ്റുമായി ആശ്രയിക്കുന്ന പ്രദേശമാണ് കോട്ടപ്പുറം. ഗാന്ധിജി സന്ദർശിക്കുകയും കൗരവിച്ച സ്വാതന്ത്ര്യ കാലത്ത് തന്റെ ആഭരണങ്ങളൊക്കെ നൽകുകയും ചെയ്ത അടക്കമുള്ള രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വലിയൊരു ചരിത്രമുള്ള ആ കോട്ടപ്പുറമും പഴയ സ്റ്റാൻഡും ചന്തപ്പറമ്പും ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ നഗരത്തിന്റെ മെഡിക്കൽ വെച്ചിട്ട് പതിറ്റാണ്ടുകളായി. സർ കുറച്ച് കണ്ടു നാരി പൊട്ടിക്കുന്ന പദ്ധതി ഉൾപ്പെടുന്നതായി ചരിത്ര പദ്ധതികളെ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഭൗതിക സാഹചര്യം കൂടി നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് കാണാനാണ്.
സർ, അവിടെ വാഹനങ്ങളുടെ സഞ്ചാരത്തിലെ പൊടി വളർത്താൻ ആ പൊടിയിലൂടെയാണ് കച്ചവടം ചെയ്തത്. കൃത്യമായ രീതിയിൽ ഇന്റർലോക്ക് ചെയ്ത് ആ പ്രദേശം മനോഹരമാക്കിയാൽ ഈ പൊടിശലത്തിൽ നിന്ന് പരിഹാരം കാണാവുന്നതാണ്. അത്തരം നവീകരണ പ്രവർത്തനം തന്നെ ബജറ്റിൽ കാണാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് ശുദ്ധമുള്ള ശൗചാലയത്തിന്റെ അഭാവം എന്ന് പറയുന്നത്. സർ, കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയിരുന്നു. എൻ്റെ സുഹൃത്തുമായി അവിടെ പോയപ്പോൾ മൂത്രമണിക്കളായിരുന്നു അവിടെ പോയപ്പോൾ പോയതിനേക്കാൾ സ്പീഡിലേക്കാണ് ആ തിരിച്ചു വന്നത്. കാരണം അവിടുത്തെ ആ പ്രദേശം അത്രക്കും എന്താ പറയുക മാലിന്യമായിട്ടുള്ള പ്രദേശമായിട്ടാണ് കാണാൻ സാധിച്ചത്. ഫോട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ വൃത്തിഹീനമായ സാഹചര്യം മാറ്റി അവിടെ നിരവധിയായിട്ടുള്ള കച്ചവടക്കാരും ജനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന പ്രദേശമാണ് സാർ അവിടെ. അതുകൊണ്ട് ഈ പ്രദേശത്ത് ശുദ്ധമുള്ള ശൗചാലയം നിർബന്ധമായിട്ടുണ്ടാകുന്നതാണ്. ഈ ഒരു നിലവിലുള്ള പരിസ്ഥിതിയിൽ മാറ്റമുണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ജനങ്ങളെ പങ്കാളിത്തത്തോടെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സർ, പഴയ സ്റ്റാൻഡ് വെള്ളം അപകടാശ്രയിച്ച നാളുകളായി ജനങ്ങൾ ഭീതിയോടെയാണ് ബസ് കാത്തുന്നത്. ഏത് നിമിഷവും പൊട്ടിപ്പൊളിഞ്ഞുള്ള കോൺക്രീറ്റ് കഷ്ണങ്ങൾ മൂലമാണുള്ളത്. ഇതിനു മുമ്പും കോൺക്രീറ്റ് കഷ്ണങ്ങൾ താഴേക്ക് വീണ് അപകടം പറ്റിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മുനിസിപ്പൽ ലൈബ്രറിയുടെ കെട്ടിടവും. നേരത്തെ നമ്മുടെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. മത്സ്യമാർക്കിന് സമീപമുള്ള കോഫി ഹൗസ് പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങും അത്യന്തം അപകടാവസ്ഥയിലാണ്. ഡെമോക്രസിന്റെ വാർഡ് പോലെ ഏത് നിമിഷവും വീഴാനുള്ള ചില കോൺക്രീറ്റ് കഷ്ണങ്ങൾ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനൊക്കെ രീതിയിലുള്ള പരിഹാരം നമ്മളിവിടെ കാണേണ്ടതായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൗൺ ഹാളിൻ്റെ വർഷങ്ങളായിട്ട് ഒരു ദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ ടൗൺ ഹാൾ കടന്നു പോകുന്നത്. കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. മോളിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനുള്ളത് നവീകരിച്ചിട്ടുള്ള ഒരു ടൗൺ ഹാൾ നമുക്ക് ഇവിടെ ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കൗൺസിലറുടെ സൂചിപ്പിച്ചു മാലിന്യ സംസ്കരണത്തിനെ കുറിച്ച്, വലിച്ചെറിയുന്ന സംസ്കാരത്തെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. സാർ, മാലിന്യ സംസ്കരണത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞതിൽ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും നല്ല മാതൃകയാണ് നമ്മുടെ നഗരസഭ. പല മാതൃകകളും സൃഷ്ടിച്ച ഒരു നഗരസഭയാണ് നമ്മുടെ പക്ഷേ വലിച്ചെറിയൽ സംസ്കാരം മാറണമെങ്കിൽ ജനങ്ങൾ തന്നെ മാറണമെന്നാണ്. അല്ലാതെ നഗരസഭയും മാത്രം വിചാരിച്ചതുകൊണ്ട് നമ്മുടെ ഈ വലിച്ചെറിയൽ സംസ്കാരം മാറുകയില്ല. അതുപോലെ ആരോഗ്യമേഖല ഇത്രമാത്രം അനുഗ്രഹീതമായ ഒരു നഗരസഭയാണ് നമ്മുടെ നഗരസഭ. ജില്ലാ ആശുപത്രി, അതുപോലെ ആയുർവേദ ഹോമിയോ ആശുപത്രി, 5 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതിന്റെ ഫലപ്രദമായ തുടർച്ചയ്ക്കും വളർച്ചയ്ക്കും ലക്ഷ്യം വെക്കുന്ന ഒരു ബജറ്റ് തന്നെയാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന നമ്മുടെ നഗരസഭയിലെ 92 ഹരിതകർമ്മസേന പ്രവർത്തകരെ ചേർത്ത് പിടിച്ച ഒരു ബജറ്റാണിത്. കാരണം MCFന് 1 കോടി രൂപ അനുവദിക്കുകയും ആരോഗ്യമേഖലയ്ക്ക് മൊത്തം 7,42 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത ഈ ബജറ്റിനെ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യും. വടകര നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി മാസ്റ്റർ പ്ലാനിൽ നിർദ്ദേശിച്ച പദ്ധതിയാണ് ലിങ്ക് റോഡ്. വടകരയുടെ ഗതാഗത കുരുക്കിൽ ലിങ്ക് റോഡ് കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം ദൈർഘ്യം വരുന്ന റോഡിൽ നിറയെ വളവുകളും തിരിവുകളുമാണ്. കക്കയം റോഡിന് സമാനമായി ഹെയർപിൻ വളവുകളാണ് അതിനുള്ളത്. അപകട മരണങ്ങൾക്കും എണ്ണമറ്റ അപകടങ്ങൾക്കും ഇതിനകം തന്നെ ഈ റോഡ് സാക്ഷിയായിട്ടുണ്ട്. ഇവിടെ റോഡിന്റെ ഒരു ഭാഗം കച്ചവടക്കാരുടെയും സ്വകാര്യ ബസ്സുകളുടെയും ഇരുവശത്തുമുള്ള അനധികൃത വാഹനങ്ങൾക്കുള്ള പാർക്കിങ്ങുമായി കയ്യേറിയിരിക്കുകയാണ്. ഇവിടെ ഗതാഗതക്കുറിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് മാത്രമേ ഈ ഒരു പ്രവൃത്തി കൊണ്ട് കാരണമാകുന്നുള്ളൂ. പയ്യോട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ ലിങ്ക് റോഡിന്റെ ഒരു വശത്ത് നിർത്തി ആളെ കയറ്റാൻ RTO കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ഇതിന്റെ ഒക്കെ പ്രധാന കാരണം. ഒരു വഴിയിൽ നിർത്താനാണ് ആ കമ്മിറ്റി അനുമതി നൽകിയത് എങ്കിലും റോഡിന്റെ സിംഹഭാഗവും കൈയടക്കിയിട്ടാണ് അവരുടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഭാഗത്ത് അനധികൃത മറ്റു വാഹനങ്ങളും നിർത്തിയിട്ടുണ്ട്. ലിങ്ക് റോഡ് മെയിൻ ആയിട്ട് ഒരു പാർക്കിംഗ് ഏരിയ ആയി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിലുപരി അവിടെ ഒരു ശുചിമുറി ഇല്ലാത്തത് കാരണം ബസ് ജീവനക്കാരും യാത്രക്കാരും ഫുട്പാത്തിന്റെ മുകളിലേക്ക് തന്നെ മൂത്രം വയ്ക്കുന്ന സ്ഥിതിയാണുള്ളത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് നടക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇതാണ് വടകരയുടെ ശുചിത്വം. ഇതിനാണ് അവാർഡുകൾ ഇവിടെ ഇല്ല. കുരുക്ക് രൂക്ഷമായാൽ മാത്രം, അതും ട്രാഫിക്കിനെ ആരെങ്കിലും അറിയിച്ചാൽ മാത്രം ട്രാഫിക്കിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നുള്ളൂ. റോഡിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകളെ പഴയ സ്റ്റാൻഡിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നഗരസഭയോ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ തയ്യാറാവുന്നില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് ഒരു സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കുക
ഭാവിയിലേക്ക് ഒരു പാലമിട്ടുകൊണ്ട് എല്ലാ മേഖലകളെയും ഉൾച്ചേർത്തുകൊണ്ട് വടകരയുടെ വികസനത്തിന്റെ തുടർച്ചയായി നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അവതരിപ്പിച്ച ബജറ്റിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. പശ്ചാത്തല വികസനത്തിന്റെ സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ മുമ്പോട്ട് പോയ നഗരസഭയാണെങ്കിലും ദേശീയപാതയുടെ പ്രശ്നം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നറിയാം. എന്നാൽ 48 വാർഡുകൾക്കും ഒരുപോലെ എല്ലാ റോഡുകൾക്കും മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി 5,03,13,000 രൂപ അനുവദിച്ച സഭാർപ്പണ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം എല്ലാ വാർഡുകളിലും ഒരു പുതിയ റോഡ് എന്ന ഒരു ആശയം കൂടെ ഇതിൽ ഉൾച്ചേർത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഒരു നഗരസഭ അഡ്രസ് ചെയ്യേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് റോഡുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ്. നമുക്കറിയാം, ഈ കൗൺസിൽ തുടങ്ങിയ അന്ന് തൊട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചെയർപേഴ്സണും നമ്മുടെ രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ കുടിവെള്ളം കൊണ്ടെത്തിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറെ സ്വാഗതാർഹമാണ്. ഒരു 2-3 ലക്ഷങ്ങൾ മാത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കൊണ്ടുള്ള ബജറ്റുകളാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. വളരെ വേദനാജനകമായ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മാലിന്യ സംസ്കരണ രംഗത്ത് തനതായ പദ്ധതികൾ ആവിഷ്കരിച്ചത് കേരളത്തിൽ തന്നെ മാതൃകയായ നഗരസഭയാണ് നമ്മുടേത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം നമുക്ക് കൗൺസിലിൽ എല്ലാവർക്കും വേണ്ടി തന്നെ ശുചിത്വ മിഷന്റെ ആളുകൾ വന്ന് ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയാണ് ശുചിത്വത്തിൽ നമ്മുടെ സ്ഥാനം എത്രയാണെന്നും എത്രത്തോളം പിറകിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. നമ്മുടെ ജലാശയങ്ങളും നീർച്ചാലുകളും നീരൊഴുക്ക് സുഗമമാക്കാൻ കഴിഞ്ഞ വർഷം ഫണ്ട് വെച്ചതായി കണ്ടു. എന്നാൽ കരിമണത്തോട്ടിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും എത്രത്തോളം ശുദ്ധീകരിച്ചിട്ടാണ് വെള്ളം പുറത്തേക്ക് വിടാൻ കഴിയുന്നത് എന്ന് കൂടി വ്യക്തമാക്കുന്നത് നല്ലതായിരുന്നു. ഇപ്പോൾ നമ്മുടെ വരികളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുകയാണ് ആവിക്കത്തോടും വിമ്മിണിത്തോടും അരിയാറ്റിത്തോടും ഒക്കെ. ഈ തോട്ടിലേക്ക് പോകുന്ന വെള്ളം പോകുന്ന സ്ഥലങ്ങൾ നഗരസഭ അധികൃതർ ചെന്ന് നോക്കി കാണുന്നത് വളരെ നല്ലതായിരുന്നു. നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ഇറച്ചിക്കടയ്ക്ക് മുൻവശത്തായി കിടക്കുന്നതും MRI പിന്നിലുമുള്ള നീരൊഴുക്കുകൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ചെന്ന് നോക്കി കാണുന്നത് നല്ലതായിരുന്നു.
വരുന്ന വടകരയുടെ വികസന കുതിപ്പിനെ ആക്കം കൂട്ടുമെന്നുള്ളതാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് ഇതിനകത്തൊന്ന് രണ്ട് കാര്യങ്ങൾ. കേരളം മുന്നോട്ട് വെക്കുന്ന ജനകീയ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് നഗരവൽക്കരണത്തിന്റെ സാധ്യതകളെ വരും തലമുറക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വികസന ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ഈ ബജറ്റിൽ നേരത്തെ മുൻ കൗൺസിൽ ഇവിടെ നടത്തിയ വികസന പദ്ധതി ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് പറയാതെ വയ്യ. വടകര ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നം പല ഘട്ടങ്ങളിലായിട്ട് ഈ കുടിവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിന് ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് ഇടപെടൽ നഗരസഭ നടത്തിയതും ഇപ്പോൾ ഏറ്റവും അവസാനമായി കിൻഫിയിൽ നിന്ന് 73 കോടി 80 ലക്ഷം രൂപ കുരങ്കോട് പദ്ധതിക്ക് അനുമതി നേടി ജനുവരി 1 മുതൽ അതിന്റെ അനുമതി വന്നിരിക്കുകയാണ്. ഇവിടെ നേരത്തെ വന്നു PMAY പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം ആളുകൾക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കുന്ന വേളയിൽ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുമ്പോൾ അതിന് വഴികാട്ടിയായി വടകര നഗരസഭയിൽ 779 വീടിന്റെ പണി പൂർത്തീകരിച്ച നഗരസഭയെ വടകര മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം വടകര പഴയ ബസ് സ്റ്റാൻഡിലെ കക്കൂസ് മാലിന്യം സംബന്ധിച്ചിട്ട് ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഈ കഴിഞ്ഞ കൗൺസിൽ ശുചിത്വ വിഷയത്തിന്റെ ഭാഗമായിട്ട് ഇടപെട്ടതിന്റെ ഭാഗമായി 45 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആധുനിക ശൗചാലയത്തിന്റെ പ്രവൃത്തി തുടങ്ങുവാൻ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം വടകരക്ക് തന്നെ മാതൃകയാകുന്ന രീതി, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കാത്ത രീതി ടെലിവിഷൻ LTATM അതുപോലെ തന്നെ നാളോടെ പ്രൊജക്ട് ഉൾപ്പെടെ ഈ ബജറ്റിൽ വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഈ ഒരു വിപ്ലവ കുതിച്ചുചാട്ടമാണ് ഈ ബജറ്റിൽ വെച്ചിട്ടുള്ളത്. ഹരിത കേരള മിഷൻ അനുവദിച്ചിട്ട് 55 ലക്ഷം രൂപയാണ് വടകര ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിൽ ബയോമെത്തനൈസേഷൻ പ്ലാൻ നിർമ്മാണത്തിന് വേണ്ടി നീക്കിവെച്ചത്. കൂടാതെ നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ ഉടമസ്ഥതയിൽ ഓഫീസ് കോമ്പൗണ്ടിൽ ഒരു EVM ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് 35 ലക്ഷം രൂപയാണ് അതേപോലെ തന്നെ ഹരിത മിഷൻ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. പരിശോധിച്ചപ്പോ എന്റെ സഹ കൗൺസിലർമാർ വളരെ നിരാശാജനകമായ കാര്യങ്ങളാണ് ഇവിടെ ഓരോ കാര്യങ്ങളും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇതിലും കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിന്റെ പുസ്തകവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് കഥയും കവിതയും ഇല്ല. ആ ഒരു വ്യത്യാസമല്ലോ. അപ്പൊ അത് പറയാം. അതില് ഈ ബഡ്ജറ്റില് പറയുന്ന ഒരു കാര്യമാണ് 1962 തുടങ്ങിയ നഗരസഭ എന്നാണ്. 1962 മുതൽ തുടങ്ങി 1997 രണ്ടാം ഘട്ടമായിട്ട് പറയുന്നത്. ഈ 67 മുതൽ 62 മുതൽ 92 വരെയുള്ള വികസന പ്രവർത്തനങ്ങളും 97 മുതൽ ഇങ്ങോട്ട് 2026 വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു ചെറിയൊരു അവലോകനം നടത്തുന്നതായിരിക്കും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ 1997 എന്നതിനെ ചരിത്രത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കുക. നമ്മള് ഈ രീതിയിൽ ജനകീയ ജനാധിപത്യവും ജനപങ്കാളിത്തവും ഒക്കെ ചർച്ച ചെയ്യുന്നത് 1992 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ വെച്ചപ്പോ അതിന്റെ ഭരണഘടനാ ഭേദഗതിയാണ്. 74 ഭരണഘടനാ ഭേദഗതിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 1994 ശ്രീ K കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗിന്റെ നേതാവ് സിറ്റി അഹമ്മദ് ഇസായി കേരളത്തിന്റെ പഞ്ചായത്ത് രാജ് മന്ത്രിയായപ്പോ കേരള മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് ആക്ട് വന്നതാണ് ഈ ജനകീയാസൂത്രണവും ഈ അധികാര വികേന്ദ്രീകരണവും. ആ ചരിത്രങ്ങളൊക്കെ വായിച്ചുകൊണ്ട് 1997 മുതൽ പറയാൻ ശ്രമിക്കുന്നത് ഒരു ചരിത്രത്തിന്റെ രേഖപ്പെടുത്തലാണ്. അത് തിരുത്തണമല്ലോ, മനസ്സിലാക്കിയവർക്ക് എങ്കിലും തിരുത്തണം. അത് തിരുത്താൻ വേണ്ടി പറയാം. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ 1962 മുതൽ 97 വരെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയാവുന്ന ഒരു വികസന പ്രവർത്തനം വടകര. അത് വടകര പുതിയ ബസ് സ്റ്റാൻഡ്, അത് 87 നിർമ്മിച്ച ബസ് സ്റ്റാൻഡ്. 95 ശേഷമാണ് അധികാര വികേന്ദ്രീകരണത്തിലൂടെ പദ്ധതി വിഹിതമായിട്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ നഗരസഭകളിലേക്ക് ഒഴുകി വന്നു. കേന്ദ്ര ഫണ്ടായിട്ടും കേരള ഫണ്ടായിട്ടും ഒക്കെ. ഈ ഫണ്ടുകളൊക്കെ ഒന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വടകരയിൽ ഒരു ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയാവുന്ന ഒരു വികസന പ്രവർത്തനം ഏതാണ്? 0 ആണ്.
അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടൊരു പ്രശ്നമാണ്. ഈ കാഴ്ചപ്പാടുകൾ മാറ്റുന്നില്ല എന്ന ഒരു ആവർത്തനമാണ് നമ്മുടെ ഇന്നത്തെ ഈ വൈദ്യുത ബഡ്ജറ്റിൽ എന്ന് പറയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാർ, കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര കൗൺസിൽ കൂടി, അതിന് തൊട്ട് മുമ്പ് ഒരു കൗൺസിൽ കൂടി. ആ കൗൺസിലിൽ നമ്മൾ എന്താണ് പദ്ധതി നേരത്തെ അംഗീകരിച്ചു വന്ന പദ്ധതി വെട്ടിക്കുറച്ച് ക്രമീകരിച്ചുകൊണ്ട് അങ്ങോട്ട് അയച്ചു. ഏതാണ്ട് 56 പദ്ധതികൾ നമ്മൾ ഒഴിവാക്കി സാർ. ഈ പദ്ധതി 56 പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രോസസ്സ് വലുതാണ്. നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി, വാർഡ് സഭ കൂടി, നമ്മൾ വികസന സെമിനാർ വന്ന് കൗൺസിൽ കൂടി DPC അംഗീകരിച്ച സംഗതിയാണ് 56. യാതൊരു ചർച്ചയും കൂടാണ്ട് എന്താക്കിയത് ഒഴിവാക്കി. അത് ഞാൻ സൂചിപ്പിക്കുന്ന നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ കേരള സർക്കാരിന്റെ പ്രശ്നമാണ്. ഭരിക്കുന്ന സർക്കാർ ഈ അധികാര വികേന്ദ്രീകരണത്തെ കഴുത്ത് പിടിച്ച് നിർത്തിയിരിക്കുക. ഈ 10 വർഷത്തെ 2016 മുതൽ 2025 വരെയുള്ള കണക്ക് ഞാൻ വന്നത്, പക്ഷെ ഞാൻ വായിക്കുന്നില്ല. 2016 മുമ്പ് ഇവിടെ ഒരു സർക്കാർ ഭരിച്ചിട്ടുണ്ട് സർ. ആ സർക്കാർ പദ്ധതി വിഹിതത്തിന്റെ 30% 3/1 ഞങ്ങൾ യഥാസമയം വിതരണം ചെയ്തു. അതേസമയത്ത് 2014 ശേഷം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, പദ്ധതി വിഹിതത്തിന്റെ 17% ഇത്രയും 2025 വരെ 17.9% കേരളത്തിലെ LSD കൊടുത്തിട്ടുള്ളത്. അതായത് 4,46,252 രൂപ, 46 കോടി 252.87 കോടി രൂപയാണ് ഈ സർക്കാർ നാളെ വരെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ കഴുത്ത് പിടിച്ച് തിരുവനന്തപുരത്ത് തന്നെ ഈ പ്രാദേശിക സർക്കാർ നടപ്പിലാക്കേണ്ട പദ്ധതികൾ തിരുവനന്തപുരത്ത് തന്നെ നേരിട്ട് നടപ്പിലാക്കാം. അതിന് മിഷനുകൾ എന്നൊക്കെ പേര് പറയാം. ആ മിഷൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എത്രമാത്രം ഹൃദയത്തിൽ കണ്ടുന്ന ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇത് ചിലർക്കെങ്കിലും മനസ്സിലാവാത്തത് വളരെ സങ്കടമുണ്ട്. എന്താണ് ബജറ്റ്? ഒരു രാജ്യത്തിലെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ലഭിക്കുന്ന ഫണ്ട് വളരെ കൃത്യമായി വ്യക്തമായി നീതിപൂർവം വീതിക്കുക. സർ, മഹാത്മാഗാന്ധിയെങ്കിലും വാക്കുകൾ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം, ഒരു തദ്ദേശം എങ്ങനെയാണ് ഇത്രമാത്രം മുന്നേറുന്നത് എന്ന് ഓർത്താൽ നോക്കൂ. അധികാര വികേന്ദ്രീകരണത്തിന്റെ വലിയ മേനി പറയുന്നുണ്ട് നമ്മൾ. സർ, ഈ അധികാര വികേന്ദ്രീകരണവും ഭരണഘടനാ ഭേദഗതിയും രാജ്യത്തിന് ബാധകമല്ലേ? 2025 നവംബർ 1-ാം തീയതി കേരളമല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനം അധികാരം പ്രഖ്യാപിച്ചോ? അവിടെ ഇല്ലേ? അധികാരമില്ലേ? ഭരണഘടനാ ഭേദഗതി ഇല്ലേ സർ? അതുകൊണ്ട് വളരെ കൃത്യമാണ് ഈ വികസന കാഴ്ചപ്പാട് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ്. എന്താണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, കുടിവെള്ളം. ഈ സമസ്ത മേഖലകളും കേരളം ആർജിച്ചില്ലേ? അതിന്റെ ഭാഗമായി നമ്മുടെ നഗരസഭയും ആർജിച്ചില്ലേ? ഇവിടെ ഇതേപ്പോ 4000 ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതി ഉണ്ട്. 2600 നമുക്ക് അപേക്ഷ കിട്ടിയിരുന്നു. അപ്പോ കിട്ടുന്ന പണം കൃത്യമായി വിനിയോഗിക്കുക, എല്ലാ വിഭാഗം ആളുകൾക്കും അനുഭവ വേദ്യമാകുക. ഈ വികസന കാഴ്ചപ്പാട് പറയുന്ന സമയത്ത് ചില അഴിമതിയുടെ കഥകളൊക്കെ പറയുന്നത് കേട്ടു സർ. അഴിമതിയുടെ പേരിൽ ജയിലിൽ പോയ മന്ത്രിയുടെ പേര് പോലും ഞാൻ പറയണം. അതുമല്ല നമ്മുടെ ഒരു തദ്ദേശ സ്വയംഭരണത്തെ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന വിഷയം. 75,000 ആളുകൾക്ക് ഇനിയും കൂടുതൽ എങ്ങനെ വികസനം എത്തിക്കാം, അതല്ലേ സർ പറയുന്നത്? പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് മുമ്പോട്ട് പോകാം. 33,750 കോടിയാണ് സംസ്ഥാന പദ്ധതി. സർ, കേരളമല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനം അതിന്റെ 10,189 കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊടുത്തിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ രേഖ കാണിക്കും. സർ, ഈ വർഷം അത് 1,100 കോടി കൂടുതലാണ്. സന്തോഷത്തോടുകൂടി സ്വീകരിക്കട്ടെ. നമ്മുടെ തീരദേശവാസികൾക്കെല്ലാം ഇതെല്ലാം വിതരണം ചെയ്യാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടി, സന്തോഷിക്കേണ്ട സർ. വിമർശിച്ചോളൂ, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞോ, ജലാൽക്ക പറഞ്ഞോ ഡസ്കിന് അടിക്കാമല്ലോ, എന്താ പടക്കം പൊട്ടലോ മാലപ്പടക്കോ? സർ, ഡസ്കിന് അടിക്കലല്ല, ഹൃദയതാളമുണ്ട് സർ.
ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിലെ മുനിസിപ്പാലിറ്റിയിലെ ലക്ഷോടലക്ഷം ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഈ ഗവൺമെന്റിനെ ഈ പദ്ധതിയെ അംഗീകരിക്കുന്നത് അതിനെ തുടർച്ച. നിങ്ങൾ കഴിഞ്ഞ 5 കൊല്ലോ 62 കൊല്ലം പറഞ്ഞില്ലേ? ആ 5 കൊല്ലോ 62 കൊല്ലവും എല്ലാം ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് കൊണ്ടല്ലേ സർ ഈ തുടർച്ചയുണ്ടായത്? അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞോളൂ, ഇനി തുടർച്ചയായിട്ട് പറഞ്ഞോളൂ. പക്ഷെ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് വിസ്മരിക്കാൻ കഴിയില്ല സർ. വികസനം എന്ന് പറയുന്നത് ജനങ്ങളെ തൊടുന്നതാണ്. ഞാൻ പാട്ടുപാടിയതിനെ കുറിച്ച് കളിയാക്കിയില്ലേ സർ? 779 വീടുകളിൽ നിന്നുമുള്ള പാട്ടാണ് ഞാൻ പാടിയത്. അഭിമാനത്തോടുകൂടി 5 പ്രോജക്റ്റുകളിലായിട്ട് 779 വീട് കൊടുത്തു. കടൽത്തിണ്ണയിൽ ഉറങ്ങുന്ന മനുഷ്യൻ വീടുകളിൽ കിടന്നുറങ്ങുന്ന പാട്ട് പാടല്ലേ സർ? പാട്ട് നിർത്താനും പോകുന്നില്ല, ഇനിയും പാടുന്നുണ്ട്. അതുകൊണ്ട് വികസനത്തെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഒന്നിച്ചു നിന്ന് പോകാം സർ. രാഷ്ട്രീയം വേറെ ഉണ്ടോ? ഞാൻ ചെയർപേഴ്സണോടാണ് പറയുന്നത്, അങ്ങോട്ട് നോക്കി പോകുന്ന. അതുകൊണ്ട് സർ എന്താണ് വികസനം? വളരെ കൃത്യമായി നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോ ഇനിയും ചെയ്യാനുള്ളത് സത്യമാണ്, ഇനിയും ചെയ്യാനുള്ളത് സത്യമാണ്. അതുകൊണ്ട് കേന്ദ്ര ഫണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു സർ. ഞാൻ അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല, അതിലെ രാഷ്ട്രീയമായി പോകും. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറയുന്ന സ്ഥലമല്ല ഇത്. നമുക്കറിയാലോ 1580 കോടി രൂപ അർഹതപ്പെട്ട പണം ഈ കേരളത്തിൽ കിട്ടാനുണ്ടായിരുന്നു. 1100 കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൽ കൊടുത്തു. 2-3 കോടി അതിന്റെ ഭാഗമായി നമുക്ക് കൂടുതൽ വടകരയ്ക്ക്. ഈ വടകരയ്ക്ക് കിട്ടുന്ന പദ്ധതിയെ എങ്ങനെ ഫലപ്രദമായി കൊണ്ടുപോകാമെന്ന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇനി എന്തുമാത്രം നേട്ടങ്ങൾ ഉണ്ടാകാം. 200 ഏക്കറോളം സ്ഥലം നാളോമയിൽ ഒന്നുമില്ല പോലും. ഇവിടെ ഒന്നുമില്ലേ? നാളോമയിൽ പദ്ധതി എത്ര മനോഹരമായ പദ്ധതിയാണ്. 200 ഏക്കറോളം സ്ഥലം കൃഷിക്ക് ഉപയുക്തമാക്കി വടകരയുടെ ഒരു ലാൻഡ് പ്രൊഡക്ട്സ്, അതിലൂടെ വടകരയുടെ വികസനം എത്രമാത്രം സാധ്യതയുള്ളതാണ് സർ. എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടല്ലേ പോകേണ്ടത്. എന്തുമാത്രം മനോഹരമായിട്ടുള്ള എന്ത് കാഴ്ചപ്പാടുള്ള പദ്ധതിയാണ്. ആ പാർട്ട് ടൂറിസം പോലെ അതുപോലെ അതാ തീരദേശം 6 കിലോമീറ്റർ നീളത്തിലുള്ള തീരദേശം നമ്മുടെ ഗൾഫ് മോഡൽ പാർക്കുകളായി മാറുന്ന പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിച്ചില്ലേ? പുനർഗേഹം പദ്ധതിയിലൂടെ 2510 കോടി രൂപ സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ കഴിഞ്ഞ ദിവസം തീരദേശത്ത് പരിപാടി പങ്കെടുത്തിരുന്നു. 100 കണക്കിന് തൊഴിലാളികളാണ് വന്നത്. 40 കൊല്ലക്കാലമായിട്ടുള്ള അവരുടെ ആഗ്രഹമാണ് വിടുന്ന സമയത്തുള്ള അവരുടെ ആനുകൂല്യം കൊടുക്കുക എന്നുള്ളത്. എത്ര സന്തോഷത്തോടു കൂടിയാണെന്ന് അറിയോ 1000-ഓളം ആളുകൾ അത് ഏറ്റെടുത്തത്. അതുകൊണ്ട് സമസ്ത മേഖലയിലെ ജനങ്ങളെയും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഒരു നവകേരള സൃഷ്ടിയുമായി പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും ആ പിന്തുണ ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ നഗരസഭയുടെ കൃത്യമായ മുന്നോട്ട് പോക്കിന് സഹായകമാവുന്ന എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു ബജറ്റ്. കലയുണ്ട്, സാഹിത്യമുണ്ട്, സംസ്കാരമുണ്ട്, കൃഷിയുണ്ട്, ക്ഷീരമുണ്ട്, മത്സ്യമുണ്ട്, എല്ലാ മേഖലകളെയും സമസ്തമായി പ്രതിപാദിക്കുന്ന ഈ ബജറ്റിനെ സർവാത്മന പിന്തുണയ്ക്കുന്നു. ഈ പിന്തുണ മാത്രമല്ല, ഇതിന്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ആ കഴിയുന്ന വിധത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഓരോ വാർഡുകളും പറയാനുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമ്മൾ ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന്. പഴയതിന്റെ തുടർച്ചയും പുതിയതിന്റെ തുടക്കവും ഈ ബജറ്റിൽ പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ, ചർച്ചകൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. സഹ കൗൺസിലർമാർ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് എഴുതി വെച്ചിട്ടില്ല. എന്നാലും ട്രീറ്റ്മെന്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലർ പറഞ്ഞതിന് നേരത്തെ നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അത് കൂടാതെ റാം ബയോളജിക്കൽ എന്ന ഏജൻസിയെ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള നിലക്ക് അതിൻ്റെ DPR സമർപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനത്തിലാണ് നമ്മൾ. അതോടുകൂടി തന്നെ കരിമ്പനത്തോടിൻ്റെ മാലിന്യ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ശ്മശാനത്തിൻ്റെ റിപ്പയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സഹ കൗൺസിലർമാർ പറഞ്ഞത് സമഗ്ര അഴുക്കുചാൽ പദ്ധതിയെ പറ്റി
ഗൗരവമായി നമ്മൾ കാണുന്നുണ്ട്. BOT മാളിലെ വരുമാനം നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമാണ് നമ്മൾ ബജറ്റിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണം നമ്മുടെയൊക്കെ കഴിഞ്ഞ പദ്ധതിയിലുള്ളതാണ്. പിന്നെ കടകൾ കൂട്ടിക്കിടക്കുന്ന ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. 266 കടകൾ കൂട്ടിക്കിടക്കുന്നു എന്ന്. 2668 കടകൾ കൂട്ടിക്കിടക്കുന്നു. പക്ഷേ നമുക്ക് എത്രയോ കൂടുതൽ കടകൾ പുതുതായി തുറക്കുന്നൊരവസ്ഥയും വടകരയിൽ വരുന്നുണ്ട്. മത്സ്യമാർക്കറ്റിൽ പോയ ആൾക്കാർക്ക് വരെ മണം ഉണ്ട് എന്ന് പറയുന്ന മത്സ്യമാർക്കറ്റിൻ്റെ അതിൻ്റെ പൊളിച്ചു മാറ്റാനുള്ള പദ്ധതി കിഫ്ബിയുടെ എടുക്കലാണുള്ളത്. അതിൻ്റെ ഒരു EPR ഒക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് വേറൊരു കോളേജില്ല, പോളിടെക്നിക് അല്ലാതെ വേറൊരു കോളേജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ BEd കോളേജിനെ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മുടെ സ്ഥലത്താണ് നമ്മൾ BEd കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മൃഗസംരക്ഷണ മേഖലയിൽ ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ വരുമ്പോൾ നമ്മൾ CFCL ഫണ്ട് വരുന്ന പുറത്ത് നമുക്ക് കൂടുതൽ വകയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. നാഷണൽ ഹൈവേ NHന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എലിവേറ്റഡ് ഹൈവേ 900 മീറ്ററാണ് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ വർക്കൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ PMJBK DPR തയ്യാറാക്കി കൊടുക്കുന്ന വർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ടേക്ക് കെയർ ബ്രേക്കിൻ്റെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. പക്ഷെ അത് NHന്റെ പണി കഴിയുന്നതോടുകൂടി നമുക്ക് അതിനും ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് ഉണ്ടാകും. ഇനിയിപ്പം എല്ലാവരും പറഞ്ഞത് അതിദാരിദ്ര്യമുക്തത്തിന് പിന്നെയും ഫണ്ട് വെച്ചു എന്നുള്ളത്. അതിദാരിദ്ര്യമുക്തം എന്നത് ഒരു പ്രഖ്യാപനമല്ല, അതൊരു തുടർ പ്രവർത്തനമാണ്. ആ തുടർ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഇനിയുള്ള ഒരാൾക്കും അതിദരിദ്രനായി മാറരുത് എന്നുള്ളൊരു പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തെരുവുനായ ശല്യത്തിൽ നമ്മൾ കഴിഞ്ഞ പദ്ധതിയിൽ ഉള്ളത് തന്നെയാണ് ഇപ്രാവശ്യവും വെച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ വെച്ചത് ജില്ലാ പഞ്ചായത്തിന് പൈസയാണ്. അതിൻ്റെ ഒരു പദ്ധതിക്കാണ് പൈസ വെച്ചത്. നമ്മൾ ഈ ഒരു ബജറ്റിൽ വെച്ചത് നമുക്ക് വടകര നഗരസഭയ്ക്ക് മാത്രമായി ഒരു ABC സെന്റർ എന്നുള്ള നിലക്കാണ്. മാലിന്യമുക്തം നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യം നഗരസഭ എന്നുള്ള ഖ്യാതി നേടിക്കൊണ്ടതാണ് വടകര നഗരസഭ. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം നമുക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ വേണ്ടതായിട്ടുണ്ട്. നെറ്റ് സീറോ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ അംഗീകാരമാണ് നമുക്ക് നമ്മുടെ ഓഫീസ് കോംപ്ലക്സിൽ തന്നെ കിട്ടുന്ന EVM മെഷീനും ബയോമെഥനേഷൻ പദ്ധതി. ഇനി കോട്ടപ്പറമ്പിൻ്റെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. കോട്ടപ്പറമ്പിൽ 80 കോടിയുടെ പദ്ധതി കോവിഡ് കാരണമാണ് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് പോയത്. അതിൻ്റെ ഫിസിബിലിറ്റി സ്റ്റഡി ഇപ്പോൾ പ്രവർത്തനം എന്നുള്ള നിലക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ചർച്ചയും മറുപടിയും അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ 54 മിനിറ്റാണ് പ്രതിപക്ഷത്തിന് അനുവദിച്ചത്. 56 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ജലാൽക്ക വെറുതെ ഒരു ചർച്ച നടത്തി പോവുകയാണ് ചെയ്തത്. BJP ഡയറക്ടറിന് അനുവദിച്ചത് 9 മിനിറ്റാണ്. 8 മിനിറ്റ് കൊണ്ട് അവർ അവസാനിച്ചിട്ടുണ്ട്. ക്രിയാത്മകമായിട്ടാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ഭരണ പ്രതിപക്ഷങ്ങൾ ചർച്ച നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിലും കൂട്ടിച്ചേർത്തും തിരുത്തിയും പോകും. ബഡ്ജറ്റ് പദ്ധതി നേരത്തെ നമ്മൾ നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പദ്ധതി നിർവഹണത്തിലേക്ക് പോകാം. അപ്പോൾ അധ്യക്ഷന്മാർക്ക് മറ്റ് മറുപടികളൊന്നും പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാനതിൻ്റെ ഭാഗത്തേക്കൊന്നും കടക്കാതെ ഏറ്റവും നന്നായി സഹകരിച്ച ഭരണ പ്രതിപക്ഷ മെമ്പർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചത്.
വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.